ഒരു രാജകുടുംബത്തിലെ അംഗങ്ങളുടെ കടമകളും വ്യക്തി താൽപ്പര്യങ്ങളും തമ്മിലുള്ള സംഘട്ടനമാണ് രാമായണത്തിൻ്റെ ഇതിവൃത്തമെന്ന് ബിബിക് ഡെബ്രോയ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. രാമചരിത നോക്കിയാൽ രാമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ഈ ഒരു സംഘട്ടനം ഉടനീളം കാണാൻ കഴിയും. അവിടെ രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ള സങ്കല്പം നിരാകരിക്കപ്പെട്ടു. രാജാവ് ജനാധിപത്യ ബോധത്തോടെ, ആ ഒരു വീക്ഷണത്തോടെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു രാമരാജ്യത്തിൽ ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് ശ്രീരാമൻ വിജയിച്ചു. പ്രകൃതി രമണീയമായ സ്ഥലം, ഭഗീരഥി നദിയും ഗംഗയും രാജ്യത്തിലൂടെ ഒഴുകി അവയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് ആ രാഷ്ട്രം മുഴുവനും പൂമര തണലിൽ വിരാജിക്കുന്ന ഒരു രാഷ്ട്രമായി തീർന്നു. ഈ ക്ഷേമ രാഷ്ട്രത്തിൽ എല്ലാവരുടെയും ഭവനങ്ങൾ ചുടുകട്ട കൊണ്ടും ഓടുകൊണ്ടും നിർമ്മിക്കുന്ന നിർമ്മാണ പ്രക്രിയ വരെ അവിടെ നടക്കുകയാണ്. കാർഷിക രാജ്യം ആയതോടുകൂടി തന്നെ വ്യാവസായിക വളർച്ചയിൽ ഊന്നിയ ഒരു ക്ഷേമരാഷ്ട്രമാണ് ആവശ്യമെന്ന് അദ്ദേഹം വിലയിരുത്തുകയുണ്ടായി. അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് പിന്നെ നടന്നത്. സ്വയം ഭരണത്തിൽ അതിനുള്ള അവകാശം ഗ്രാമീണികൾക്ക് നൽകിയിരുന്നു. ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും ഗ്രാമോദ്ധാരണത്തിലൂടെ അദ്ദേഹം അതിന് വേണ്ടുന്ന പ്രോത്സാഹനം നൽകിയിരുന്നു. സ്വയം പര്യാപ്തത, സ്വാശ്രയശീലം, കഠിന അധ്വാനശീലം, ഇതെല്ലാം അദ്ദേഹം ജനങ്ങളെ പരിശീലിപ്പിച്ചു. ശിശുമരണം ആ രാജ്യത്ത് ഉണ്ടായിട്ടേയില്ല. കാരണം ശിശുക്കളുടെ സംരക്ഷണത്തിനായിട്ട് പ്രത്യേക താല്പര്യം അദ്ദേഹം കാണിച്ചിരുന്നു. ശിശുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ഒരു വ്യക്തിയുടേതായിട്ടാണെങ്കിൽ പോലും അത് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുമായിരുന്നു. അതുപോലെ തന്നെയാണ് വിധവകളുടെ സംരക്ഷണം, വിധവകളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ, അത് രാജ്യം നേരിട്ടെടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ. അത് രാജാവ് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ പ്രതികരണം കൃത്യമായി അന്വേഷിച്ച് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ രാജ്യത്തിൻ്റെ ഭരണചക്രം നിയന്ത്രിച്ചതായിട്ടാണ് കാണുന്നത്. അവിടെ മക്കത്തായോ മരുമക്കത്തായോ ഇല്ലെങ്കിൽ ബന്ധുക്കളുടെ നിയമനമോ ഒന്നും അവിടെ അദ്ദേഹത്തിനെ തൊട്ടു തീണ്ടിയിട്ടില്ല. അപ്പോൾ ജനാധിപത്യ സമ്പ്രദായത്തിലാണെങ്കിൽ ജനങ്ങളുടെ അവകാശം വോട്ട് ചെയ്യലാണ്. ആ വോട്ട് ചെയ്ത് കഴിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ അവരുടെ അധികാരം ഇല്ലാതായി. പിന്നെ പരിദേവനങ്ങളായി. ഈ ഇടത്തട്ട് വർഗ്ഗക്കാർ പ്രവിയെടുക്കും, പണം കൊടുപ്പുകാർ പ്രവിയെടുക്കും. ഇതൊക്കെയാണ് നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ രാമരാജ്യത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എല്ലാവർക്കും സ്വയം പര്യാപ്തമായ ഈ രാഷ്ട്രത്തിൽ എല്ലാവരും സുഭിഷ്ടമായി അവരവരുടെ കാര്യങ്ങൾ അവരവരന്വേഷിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. കള്ളപ്പറയില്ല, കള്ളമില്ല, ചതിയില്ല, അക്രമമില്ല, അനീതിയില്ല. ക്ഷേമരാഷ്ട്രം അധിഷ്ഠിതമായത് ധാർമ്മിക രാഷ്ട്രത്തിൻ്റെ അധിഷ്ഠിതമായതുകൊണ്ടാണ്. ആ ധാർമ്മികമായ അധിഷ്ഠിതമായത് അദ്ദേഹം മാതൃഭക്തി, അതുപോലെ തന്നെ പിതൃഭക്തി, അതുപോലെ ഗുരുഭക്തി, ദൈവഭക്തി, സജ്ജനഭക്തി, ഇതിലെല്ലാം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രമാണ് അദ്ദേഹം കെട്ടിപ്പടുത്തത്. അങ്ങനെയുള്ള ഒരു നീതി
യും ധർമ്മവും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മാത്രമേ പുരോഗമനമുണ്ടായാൽ അത് ശാശ്വതമായി നിലനിൽക്കൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ശ്രേണിയിലെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിലുള്ളവരുടെ വാക്കുകൾ പോലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ പോലും ആ രാജ്യത്തിന് അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ഭാര്യയെ ത്യജിക്കുകയാണ്. പതിവ്രതയാണെന്നും അദ്ദേഹം സൽസ്വഭാവത്തിൻ്റെ ദേവതയാണ് എന്ന് അറിയാമായിരുന്നിട്ടും പൊതുജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അവരെ അധാർമികതയുടെ ചുതിയിലേക്ക് വഴുതി വീഴാതിരിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെപ്പോലും, ഗർഭിണിയായ ഭാര്യയെപ്പോലും ഉപേക്ഷിച്ചുകൊണ്ട് ആ ധർമ്മരാഷ്ട്രം കെട്ടിപ്പടുക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം തൻ്റെ നിർദ്ദേശമനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ആവശ്യമനുസരിച്ച് വാൽമീകി സീതയെ തിരികെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം പറയുന്നത് സീതയെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. കാരണം നിഷ്കളങ്കയാണ് സീത. പക്ഷേ അത് പൊതുജനങ്ങൾക്ക് കൂടി, പൗരന്മാർക്ക് കൂടി ബോധ്യമാകണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി അവരെല്ലാം കാണേ എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിൽ ഒരിക്കൽ കൂടി അഗ്നിപരീക്ഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. സീത അതിന് തയ്യാറായില്ല. ആ തയ്യാറായിട്ടും അത് അദ്ദേഹത്തിൻ്റെ നീതിബോധത്തിന് ഒട്ടും ഉലച്ചില്ല. സ്വന്തം ഭാര്യ പതിവ്രതയായിരുന്നാൽ മാത്രം പോരാ, അത് ജനങ്ങൾക്ക് ബോധ്യമാകണം എന്ന അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഇക്കാലത്ത് റോമ സാമ്രാജ്യത്തിലും പകർത്തപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അയൽക്കാരെ സ്നേഹിക്കണം, എന്നാൽ മാത്രമേ ഒരു രാജ്യം നിലനിൽക്കൂ. അയൽക്കാരെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുക. ഇത് പിൽക്കാലത്ത് യേശുദേവൻ അദ്ദേഹത്തിൻ്റെ കൽപ്പനകളിൽ കൂടി അത് എല്ലാവർക്കും പകർന്നു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നതിൽ കൂടി ഒരു മഹത്തായ ഒരു രാഷ്ട്ര നിർമ്മിതിയും പ്രവർത്തനവും ആ വീക്ഷണവും ക്രാന്തദർശിത്വവും എല്ലാം ശ്രീരാമൻ കാണിച്ചിരുന്നു. ഈ രാഷ്ട്രമാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കെട്ടിപ്പടുക്കേണ്ടതെന്ന് ഗാന്ധിജി വിഭാവന ചെയ്തത് ഒരു മതരാഷ്ട്രത്തെയല്ല. ശ്രീരാമൻ്റെ കാലത്ത് ഒരു മതമോ ഒരു ജാതിയോ ഒരു പ്രത്യേകതരം വിശ്വാസമോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ദീർഘവീക്ഷണത്തോടു കൂടിയും പൊതുവായ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിച്ചതാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്ര നിർമ്മിതി നമ്മുടെ രാജ്യത്തിൽ വേണമെന്നാണ് മഹാത്മാഗാന്ധി വിഭാവന ചെയ്തത്. രാമരാജ്യം ഇപ്പോഴും ഒരു സങ്കല്പമായി നിലനിൽക്കുകയാണ്.